പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് എപ്സൻ്റെ ന്യൂ മോഡൽ A3 ഇങ്ക് ടാങ്ക് പ്രിൻ്ററായ എപ്സൺ L11050 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ബോക്സ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് പ്രിൻ്റർ ഉള്ളത്. ഏകദേശം പ്രിൻ്ററിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ഇവിടെ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈഫൈ ഉണ്ട്. A3+ പ്രിൻ്ററാണ് വരുന്നത്. സ്കാനർ വരുന്നില്ല ഈ മോഡലിന്. അപ്പോൾ നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായി കാണാൻ സാധിക്കും. ഡോക്യുമെൻ്റ് ഒന്ന് റീഡ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു മെസ്സേജ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ USB കേബിൾ കാണാൻ സാധിക്കും. കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ വയർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് USB കേബിൾ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് പവർ കോഡ് കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന ഇങ്ക് ബോട്ടിലിൻ്റെ സെറ്റും വരുന്നത്. 3 കളറിൻ്റെ 2 ബ്ലാക്കുമാണ് വരുന്നത്. ടോട്ടൽ 4 ടാങ്കാണുള്ളത്. ബ്ലാക്ക് നമ്മൾ 2 ബ്ലാക്കും ഈ ഒരു സമയത്ത് തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസർ മാനുവൽ, വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു പാക്കിംഗ് ആണ്. അത് മാറ്റി വെച്ചു. ശേഷം ഈ കാണുന്നത് പ്രിൻ്റർ കവർ ചെയ്യാനുള്ളൊരു പാക്കിംഗ് കവറാണ് വരുന്നത്. ഇതും പിന്നെ പ്രിൻ്റർ ആൾറെഡി ഇപ്പോൾ ഒരു കവറിൻ്റെ അകത്താണ് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെ 2 കവറാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വേണമെന്ന് യൂസ് ചെയ്യാം. അതേപോലെ ട്രാൻസ്പോർട്ടിങ് എങ്ങോട്ടെങ്കിലും പ്രിൻ്റർ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇത് പാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ 2 കവർ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അത് മാറ്റി വെക്കുന്നു. പിന്നെ ഈ കാണുന്ന പേപ്പറിൻ്റെ ഈ പീസുകളും കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റർ കാണാൻ സാധിക്കും. ആ പ്രിൻ്റർ നേരെ നമ്മൾ ബോക്സിൽ നിന്ന് വളരെ കെയർ ചെയ്തിട്ട് ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കണം. കൂടെ ഒരാൾ അസിസ്റ്റൻ്റ് നല്ലതായിരിക്കും. കാരണം ചെറിയൊരു വെയിറ്റ് ഉണ്ട് സാധനത്തിന്. അപ്പോൾ ബോക്സിൽ നിന്ന് പ്രിൻ്റർ പുറത്തോട്ട് വെക്കുന്ന സമയത്ത് വളരെ കെയർ ചെയ്തിട്ട് വേണം ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാൻ. ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പാക്കിംഗ് കവറാണ് ഈ കാണുന്നത്. ജസ്റ്റ് അതിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കുന്നു. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഈ കവർ ഉപയോഗിക്കാവുന്നതാണ്. കഴിയുന്നതും തുണി കൊണ്ട് മൂടാതിരിക്കാൻ നോക്കുക. ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മാത്രം നിങ്ങൾ പാക്ക് ചെയ്യുകയോ മൂടി വെക്കുകയോ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ കാണുന്ന ബ്ലൂ കളർ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്യണം. ഒരിക്കലും ഇതിനു മുമ്പ് പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ബ്ലൂ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആൾറെഡി പ്രിൻ്ററിൻ്റെ കൂടെ 5 ഇങ്ക് വരുന്നുണ്ട്. 3 കളറിൻ്റെ 2 ബ്ലാക്കിൻ്റെ ഇങ്കാണ് വരുന്നത്. 4 ടാങ്കാണ് ഉള്ളത്. നിങ്ങൾക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. .003 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. അതും എപ്സൻ്റെ ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വേറെ സീരീസ് ഇങ്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്ററിൻ്റെ ഹെഡിന് ഡാമേജ് വരുന്നു മാത്രമല്ല നിങ്ങളെ പ്രിൻ്ററിൻ്റെ വാറണ്ടി തന്നെ കട്ടായി പോകുന്നതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഒരു ബോട്ടിൽ എടുത്തു. അതിൻ്റെ പാക്ക് നേരെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ബോട്ടിലിനെയും ആ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഓരോരോ ബോട്ടിൽ എടുത്താണ്ട് ഇങ്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാ ബോട്ടിലിൻ്റെ പാക്കിംഗ് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടാങ്ക് നമ്മളത് കാലിയാണ്. നേരെ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഡോർ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കണം. അവിടെ കാണാൻ സാധിക്കും ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ബ്ലാക്കിൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക.
എന്നിട്ട് നേരെ ബോട്ടിലേക്ക് നേരെ നമ്മൾ ഇറക്കി വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രിൻ്റർ നമ്മോട് ഇങ്ങോട്ട് പറയില്ല. ഈ മോഡൽ പ്രിൻ്ററിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫിസിക്കലായിട്ട് തന്നെ കമ്പനി അതിനാണ് ഒരു ട്രാൻസ്പെറൻ്റ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫിസിക്കലായിട്ട് നോക്കുക തന്നെ വേണം. താഴെ ഒരു ആരോ മാർക്കുണ്ട്. ആ ആരോ മാർക്കിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യണം. അതിൻ്റെ ആ ആരോ മാർക്കിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മോഡലിന് ബ്ലാക്കിൻ്റെ ടാങ്കിൽ 2 ബോട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്തു, നെക്സ്റ്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. നേരെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ എടുത്താണ് നേരെ ടാങ്കിലേക്ക് ഇതേപോലെ വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്കിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാങ്ക് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി കുറച്ച് ഇങ്ക് ബാലൻസ് വരും. അത് നിങ്ങളൊരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സിയാനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്ക് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. സിയാൻ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോട്ടിലിൻ്റെ ടോപ്പ് ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ടാങ്കിലേക്ക് വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക്. ഇവിടെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിയാൻ്റെ ടാങ്ക് റീഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. ബോട്ടിലിൻ്റെ ടോപ്പ് വെക്കുന്നു. നെക്സ്റ്റ് നമ്മൾ മജന്തയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മജന്തൻ്റെ ടോപ്പിൻ്റെ ബോട്ടിൽ റിമൂവ് ചെയ്യുക. അതിനുശേഷം ടാങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ ബോട്ടിൽ അതിലേക്ക് വെക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് അല്ലെങ്കിൽ വേറെ സീരീസിൻ്റെ എപ്സൻ്റെ ഇങ്കുകളൊന്നും ഉപയോഗിക്കരുത്. ഓൺലി എപ്സൻ്റെ 003 സീരീസ് ഒറിജിനൽ ഇങ്ക് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആളുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ചാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ ആകെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ മജന്ത ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാങ്കാണ് വരുന്നത്, ഏറ്റവും ലാസ്റ്റത്തെ വരുന്നത്. അപ്പോൾ യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നേരെ ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ 4 ടാഗും ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്. അതിനു മുമ്പ് നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ക് ഏകദേശം ഇവിടെ ഫില്ലായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെയിൻ ഡോറും ഇതേപോലെ ക്ലോസ് ചെയ്യുക. ഇനി പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടിയ പവർ കോഡ് കണക്ട് ചെയ്താണ് പ്രിൻ്റർ ഓൺ ആക്കുക. USB കണക്ട് ചെയ്യാനായിട്ടില്ല. അതിന് ഇനിയൊരു സ്റ്റെപ്പും പാടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് സെൻട്രലായിട്ടാണ് നമുക്ക് ഈ ട്രേ ഓപ്പൺ ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയുള്ളൂ. അതൊരു ശ്രദ്ധിക്കാത്ത സ്ഥലത്താണ് നമുക്ക് പവർ പ്ലഗ് പോർട്ട് വരുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് പ്രിൻ്റർ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ഇനീഷ്യൽ ലോഡിങ് ഉണ്ടാവുന്നതാണ്. ആ ഇനീഷ്യൽ ലോഡിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഓറഞ്ച് ലൈറ്റ്, ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിത് ഇൻവേർട്ടർ അല്ലെങ്കിൽ UPSലേക്ക് കണക്റ്റഡ് അല്ലെങ്കിൽ മസ്റ്റായിട്ട് ഈ സമയത്ത് ഇത് കണക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ കറണ്ട് പോകുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ആവുന്നതാണ്. ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ഓൺ ആക്കുന്നതിന് മുമ്പ് പ്രിൻ്റർ മസ്റ്റായിട്ട് നമ്മൾ UPS ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യണം. യെസ്, ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കാണിക്കുന്നുണ്ടല്ലേ, അവിടെ കാണുന്ന ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതൊരു 11-12 മിനിറ്റ് ആ പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പ്രിൻ്ററിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റീപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.